ബോസ്നിയ വേഴ്സസ് കാനഡ വേൾഡ് കപ്പിൽ രണ്ടാം ദിവസത്തിലെ ഫസ്റ്റ് കളി ഇന്ന് രാത്രി 12:30 ഈ കളി. യൂറോപ്യൻ ക്വാളിഫയേഴ്സിൽ വെയിൽസ്, ഇറ്റലി ഈ ടീമുകളെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ബോസ്നിയ അവരുടെ രണ്ടാമത്തെ വേൾഡ് കപ്പായിട്ടുള്ള 2026 വേൾഡ് കപ്പിലോട്ട് യോഗ്യത നേടിയിട്ടുള്ളത്. 40 വയസ്സുകാരനുള്ള സീക്കാണ് ഇവർ മെയിൻ പ്ലെയർ ആയിട്ട് വരുന്നത്. ഇവർ മെയിൻലി ഒരു ഡിഫൻസീവ് പ്ലേസിലാണ് കളിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർ രണ്ടാമത്തെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് മുന്നും നോക്കാനില്ല. ഇവർ ഭയങ്കര എഫോർട്ട് തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ടാവുക. ഇവർ ഓപ്പണന്റ് ആയിട്ട് വരുന്നത് കോ ഹോസ്റ്റ് കൺട്രി ആയിട്ടുള്ള കാനഡയാണ്, നമ്മുടെ ബയൺ മ്യൂണിക്കിന്റെ അൽഫോൺസോ ഡേവിസിന്റെ ടീം. ഇവരെന്താ പറയുക, ഹോസ്റ്റ് ടീമിൻ്റെ ആയിട്ടുള്ള എല്ലാ അനുകൂലങ്ങളും ഒരിക്കലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളി ഒരു 1-0 കാനഡ തന്നെയാണ് ജയിക്കുക. അത് കഴിഞ്ഞ രണ്ടാമത്തെ കളി USA വേഴ്സസ് പാരഗ്വേ. നാളെ രാവിലെ 6:30 കളി. AC മിലാന്റെ സൂപ്പർ പ്ലെയർ ക്രിസ്ത്യൻ പുലിസിച്ചിന്റെ ടീമാണ്. അമേരിക്കയുടെ ഓപ്പണന്റ് വരുന്നത് പാരഗ്വേ ആണ്. ഫിഫ റാങ്കിൽ 41th റാങ്ക്. അവർ വലിയൊരു ഓപ്പണന്റ് ഒന്നല്ല, പക്ഷേ അവർ സൗത്ത് അമേരിക്കൻ ടീം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഫായിട്ടുള്ള കളിയായിരിക്കും. പിന്നെ ഫിസിക്കലി ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്നത്തെ രാവിലത്തെ കളി പോലെ തന്നെ അത്യാവശ്യം കുറേ ഫൗൾസും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഈ കളിയിലൂടെ കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ പ്രഡിക്ഷൻ ആയിട്ട് പറയുന്നത് ഒരു 2-1 USA ജയിക്കും തന്നെയാണ്.